السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم. قال النبي صلى الله عليه وسلم: لا يصلح آخر هذه الأمة إلا بما صلح به أولها. ബഹുമറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മളുടെ ഓപ്പൺ ഫോറത്തിലെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, പലരെയും നമ്മുടെ ഈ ഗ്രൂപ്പിൽ വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമുണ്ട്. മഹാന്മാരും അതുപോലെ മഹിതപാതയും മഹത്തുക്കളുടെ മരിക്കാത്ത ഓർമ്മകൾ എന്ന ശീർഷകത്തിൽ നമ്മളുടെ ഓപ്പൺ ഫോറം നടത്തുന്ന സെമിനാർ, പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ സെമിനാർ എന്തുകൊണ്ടും വളരെ ചരിത്രാന്വേഷികളായിരിക്കുന്ന ആളുകൾക്ക് വളരെ വിലപ്പെട്ട ഒന്നാണ് എന്ന് പറയുന്നതിൽ ആദ്യമായി അവരെ അഭിനന്ദിക്കുകയാണ്. വശ്യസുന്ദരമായ ജീവിത മാതൃകകൾ വെട്ടിത്തെളിച്ച നമ്മുടെ പൂർവ്വസൂരികൾ ഇതൾ വിരിച്ച സൗരഭ്യ ജീവിതങ്ങളുടെ ഇന്നലകൾ സ്മരിക്കപ്പെടുന്ന അനുഗ്രഹീതമായ ഈ സംരംഭം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. തലമുറകൾക്ക് ക്രിയാശേഷി നൽകിയ മഹത്തുക്കളെ പരിചയപ്പെടുത്തുക എന്ന ഈ സദുദ്യമത്തിന് മുന്നോട്ട് വന്ന നമ്മളുടെ ഗ്രൂപ്പിന്റെ മെമ്പർമാർ, പ്രത്യേകിച്ച് ഇതിന്റെ അഡ്മിൻ ഡെസ്ക് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ, ആദ്യമായി അവരെ അഭിനന്ദനം അറിയിക്കട്ടെ. പ്രവാസ ലോകത്ത് നമ്മളുടെ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പൊരുതുന്നതിൻ്റെ ഇടയിലും നമ്മളുടെ മഹാന്മാരായിരിക്കുന്ന സമസ്തയുടെ നേതാക്കന്മാരെ പരിചയപ്പെടാനും അവരുടെ ജീവിത ശൈലി കണ്ട് മനസ്സിലാക്കുവാനും ഒക്കെ ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ കാണിച്ചതിൽ, അതിന് മുന്നോട്ട് വന്നതിൽ അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായിരിക്കുന്ന പ്രതിഫലം ഇരുകൂട്ടലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് പ്രവാസ ലോകത്തെ ജോലികളിലും അതുപോലെ മറ്റു എല്ലാ മേഖലകളിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തുക്കളായ മഹാന്മാരിൽ നിന്നെല്ലാം ഭാവി സമൂഹം സ്വാംശീകരിക്കേണ്ട നിരവധി നന്മകൾ പ്രകടമായിരുന്നു എന്ന് ചരിത്രം നമ്മളോട് വ്യക്തമാക്കുന്നുണ്ടല്ലോ, നമുക്കറിയാം. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇന്നലകളിലെ അനുഭവ സാക്ഷ്യങ്ങളാണ് വർത്തമാനങ്ങളിലെ നമ്മുടെ വർത്തമാനങ്ങളെ സുന്ദരമാക്കി തീർക്കുന്നതും അങ്ങനെ ഭാസുര ഭാവിക്ക് അതിനിമിത്തമായി തീരുന്നതും. ഇംഗ്ലീഷ് ഭാഷയിൽ പറയപ്പെടാറുള്ള ആപ്തവാക്യം പോലെ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ പാസ്റ്റ്, then only you can to read up your present, then only you can to build up your present. നിങ്ങൾ ഇന്നലകളിലേക്ക് നോക്കുക, എങ്കിലേ നിങ്ങൾക്ക് വർത്തമാനത്തെ വായിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിലേ നിങ്ങൾക്ക് നല്ല ഒരു നാളെ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെയല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചത്? ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ. സുഹൃത്തുക്കളെ, മുൻഗാമികൾ നന്നായി തീർന്ന കാര്യങ്ങളെന്തോ അതിലൂടെ മാത്രമേ നമ്മുടെ പിൻഗാമികളും നന്നായി തീരുകയുള്ളൂ. ഈ തിരിച്ചറിവിൽ നിന്നാണ് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി ഇന്നലകളിലെ മഹത്തുക്കളെ സ്മരിച്ചും അവരുടെ പാദപദങ്ങളെ അനുധാവനം ചെയ്തും ഇസ്ലാമിന്റെ തനി രൂപമായി സമസ്ത ജൈത്രയാത്ര തുടരുന്നതും. ഇവിടെ നമ്മൾ തുടക്കം കുറിച്ച പൂർവ്വസൂരികളെ ഓർക്കുന്ന ഈ സംരംഭം അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയതുപോലെ ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വ ദിക്റുസ് സ്വാലിഹീന കഫാറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു ഇബാദത്താണെന്ന തിരിച്ചറിവോടെ വളരെ താല്പര്യപൂർവ്വം ശബ്ദം ശ്രവിക്കുന്നവരൊക്കെയും, നമ്മുടെ ഈ ഗ്രൂപ്പിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ആളുകളും ഈ പരിപാടിയിൽ ഭാഗവാക്കാവുകയും മഹാന്മാരായിരിക്കുന്ന സച്ചരിതരായിരിക്കുന്ന നമ്മളുടെ ഉസ്താദുമാരുടെ, പ്രത്യേകിച്ച് സൂഫി നഭോമണ്ഡലങ്ങളിൽ ജ്യോതിർഗോളങ്ങളായി തിളങ്ങി നിന്നിരുന്ന നമ്മളുടെ ഉസ്താദുമാരായിരിക്കുന്ന മശായിഖന്മാരായിരിക്കുന്ന ആളുകളുടെ ജീവിത രീതിയും അതുപോലെ തന്നെ ജീവിതങ്ങളിൽ
വ്യത്യസ്ത മേഖലകളിൽ അവർ അനുഭവിച്ച അതല്ലെങ്കിൽ അവർ സമീപിച്ച സമീപനങ്ങളുമൊക്കെ നമ്മൾ ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും വേണം. നാഥൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം ഇന്ന് നാം സ്മരിക്കുന്ന വന്ദ്യരായ നമ്മുടെ പി ഉസ്താദ്, യാതൊരുവിധ പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ ബഹുമാനപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി നമ്മൾ നേരിട്ട് കണ്ട് നമ്മൾ മനസ്സിലാക്കിയവരാണല്ലോ. സമസ്തയുടെയും സുന്നത്ത് ജമാഅത്തിൻ്റെയും ചരിത്രം പുതുതലമുറക്ക് പകർന്ന് നൽകി തന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ, ഇവിടെ അദ്ദേഹത്തെ പറ്റി മുഖ്യപ്രഭാഷണം നടത്താൻ ഉസ്താദ് അവറുകൾ ഉള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാലും ഇന്നത്തെ വിഷയം ഉസ്താദ് ആയതുകൊണ്ട് ചെറിയൊരു സൂചന നൽകുന്നു എന്ന് മാത്രം. മലപ്പുറം ജില്ലയിൽ ഉയർന്നു വന്ന പല സ്ഥാപനങ്ങളുടെയും പിന്നണി പ്രവർത്തകനും SMFന്റെ പിറവിക്ക് പിന്നിലെ പ്രധാന അദ്വിതീയനുമായ ഉസ്താദ് സമസ്തയുടെയും സുന്നത്ത് ജമാഅത്തിന്റെയും യുക്തിഭദ്രമായ പ്രയാണപഥത്തിൽ ജ്വലിച്ചു നിന്ന ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ദേഹവിയോഗം പ്രാസ്ഥാനിക മേഖലയിൽ തീർച്ചയായും നമുക്ക് വിടവ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ വേർപാട് അനിവാര്യമാണെന്നതിനാൽ ഈ ചിന്തക്ക് പ്രസക്തിയോ വ്യാകുലതയിൽ വലിയ കയമ്പോ ഇല്ലെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ജീവിതം സമ്പൂർണ്ണമായി സ്വീകരിക്കട്ടെ. ജാടകളില്ലാതെ ലാളിത്യത്തോടെ എന്നാൽ നിസ്വാർത്ഥ സേവകനായി നടന്നു നീങ്ങിയ ബഹുമാനപ്പെട്ട പി ഉസ്താദ് ഉൾപ്പെടെയുള്ളവരെ സ്മരിച്ചും അവരുടെ പാത പിന്തുടർന്നും അവരോടൊപ്പം സ്വർഗത്തിൽ അല്ലാഹു തആല നമുക്കൊരു ഇടം നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മഹത്തായിരിക്കുന്ന ഈ ചടങ്ങിന്റെ ഔപചാരികമായിരിക്കുന്ന ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.